കല്യാണം കഴിച്ചു. സെക്കൻഡ് മാരേജ് ആണ്. ഇതിൻ്റെ മോനാണ്. തെറി വിളിച്ചവർക്കെല്ലാം നന്ദി പറഞ്ഞു നസ്രിയ സുൽത്താന വീണ്ടും യൂട്യൂബിൽ. എൻ്റെ ജീവിത സാഹചര്യം നിങ്ങൾക്കറിയാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇത്തരത്തിൽ എന്നെ കുറ്റപ്പെടുത്തുന്നതെന്നും നസ്രിയ പറഞ്ഞു. തൻ്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്നും എൻ്റെ കുട്ടിയെ ഞാൻ ആർക്കു വേണ്ടിയും ഒഴിവാക്കില്ല എന്നുമാണ് നസ്രിയ സുൽത്താന തൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നത്. ആളുകൾ പലതരത്തിൽ തന്നെ മോശമാക്കുന്നതിനെക്കുറിച്ചും ഇത് വളരെ വലിയ സങ്കടമുണ്ടാക്കിയെന്നും ആത്മഹത്യ ചെയ്യാൻ വരെ എനിക്ക് തോന്നിയെന്നുമാണ് നസ്രിയ സുൽത്താന വ്യക്തമാക്കിയത്. ഇത് വലിയ തെറ്റാണോ എന്നും ഒരാളുമായി വിവാഹം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാകുന്നത് എങ്ങനെയാണെന്നാണ് നസ്രിയ സുൽത്താന ചോദിക്കുന്നത്. തന്നെ ഇതുവരേക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും അത്തരത്തിൽ തന്നെ തന്നോട് പെരുമാറണമെന്നും ഇവർ ഇതിൽ കൂട്ടിച്ചേർത്തു. 6 വർഷത്തോളമായി ഭർത്താവുമായി വേർപിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു നസ്രിയ. തന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നും താൻ ഏത് ജീവിത സാഹചര്യത്തിലൂടെയാണ് ജീവിച്ചു പോയതെന്നും നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തില്ല എന്നുമാണ് നസ്രിയ പറഞ്ഞത്. വിവാഹം കഴിക്കുന്നതും മറ്റും തൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളാണെന്നും അതിൽ ആർക്കും അഭിപ്രായം പറയാൻ അവകാശമില്ല എന്ന നിലക്കാണ് നസ്രിയയുടെ ഓരോ വാക്കുകളും നമ്മൾ കേട്ടത്. തൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയും തൻ്റെ മകനെയും ചേർത്ത് പിടിച്ച ഒരാളെ കിട്ടിയപ്പോൾ അയാളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടത് എന്തിനാണ് ഇത്ര വലിയ കുഴപ്പമായി നിങ്ങൾ കണക്കാക്കുന്നതെന്നും ഇവരുടെ വാക്കിൽ നിന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തനിക്കിനി ഒരു ബന്ധങ്ങളും വേണ്ട, ഇപ്പോൾ ലഭിച്ച ബന്ധം മാത്രം മതിയെന്നാണ് നസ്രിയ പറയുന്നത്. 6 വർഷത്തോളം ഒറ്റയ്ക്ക് ഇവർ ജീവിച്ചു. ഭർത്താവിൻ്റെ വീട്ടുകാരും സ്വന്തം വീട്ടുകാരുമായുള്ള യാതൊരു ബന്ധവുമില്ലാതെ തന്നെ. ഇതിനിടയിൽ നസ്രിയയുടെ കുഞ്ഞെവിടെയാണെന്നുള്ളതായിരുന്നു പലരുടെയും ആശങ്ക. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ലെന്നും ഇതിൽ നസ്രിയ പറയുന്നു. നിന്നെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്കൊരു കുറ്റവുമില്ല തന്നെ. നീ ചെയ്തത് തന്നെയാണ് ഭൂമിയിലുള്ള ഓരോ സ്ത്രീകളും ചെയ്യുന്നത്. നിന്റെ വാക്കുകൾ കേട്ടാൽ അതാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരുപാട് യൂസേഴ്സും എല്ലാവരും ഉണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഞാനാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ഒരു വാർത്തയാണ്. ഞാൻ വേറൊരു കല്യാണം കഴിച്ചതിൻ്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അത് എനിക്ക് മാത്രമേ ഉള്ളൂ. അത് ഏത് വ്യക്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അത് എൻ്റെ കാര്യമൊക്കെയല്ലേ അറിയുള്ളൂ. ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ, നിങ്ങൾക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെറുപ്പം മുതലേ നമ്മൾ എല്ലാ അർത്ഥത്തിലും അറിയുന്ന ആൾക്കാരായിരിക്കണം. അപ്പം ഞാനൊരു കല്യാണം കഴിച്ചു. സെക്കൻഡ് മാരേജ് ആണ്. ഇതിൻ്റെ മോനാണ്. അപ്പോൾ ഇവനെയാണ് ഒഴിവാക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഇവനെ എവിടെ കൊണ്ടുപോയി ചേർത്തു, എത്തിങ്ങാനെ ചേർത്തു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു വരത്തി. എൻ്റെ കുട്ടി ഇതാ, എൻ്റെ കുട്ടീനെ എന്തൊക്കെ കളഞ്ഞാലും എൻ്റെ കുട്ടീനെ ഞാൻ എവിടെയും കൊണ്ടുപോയി ആക്കിയിട്ടുമില്ല, കളഞ്ഞിട്ടില്ല. ഒരാൾക്ക് വേണ്ടിയിട്ടും എൻ്റെ പൈതലിനെ ഞാൻ കളഞ്ഞിട്ടില്ല. ഇപ്പോഴും സ്നേഹം കൊടുത്തു. ഒരുപാട് അവൻ ഇപ്പോഴും ഹാപ്പിയാണ്.